കേട്ടോ. അതൊക്കെ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂസോ എന്തെങ്കിലും വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, എന്തൊക്കെയുണ്ട്? സുഖാണോ? സുഖം. എന്തൊക്കെയുണ്ട് നിമ്മി? സുഖമാണ്. ഉറക്കം വന്നു തുടങ്ങിയോ നിങ്ങൾക്ക് 2:30 ഏ ഉറക്കമൊക്കെ കുറച്ച് വരാം അല്ലേ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ ചാപ്റ്റർ എടുത്തത്? ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് അല്ലേ? അതിൽ നമ്മൾ ജനറിക് ഡ്രഗ്സും ബ്രാൻഡഡ് ഡ്രഗ്സിന്റെ പേരുകൾ നോക്കി ഏതൊക്കെ ടൈപ്സ് ആണെന്ന് ഇവിടെ വരെയാണ് പറഞ്ഞത്. പിന്നെ ഇതിന്റെ ഡിഫറൻസ് പറഞ്ഞു. ജനറിക് മെഡിസിനും ബ്രാൻഡഡ് മെഡിസിനും തമ്മിലുള്ള ഡിഫറൻസസ് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോയല്ലോ. എന്തൊക്കെയാണ് പ്രധാന ഡിഫറൻസസ് എന്ന് പറയുന്നത്? ഡിഫറൻറ്റ് സർട്ടൺ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് കുറച്ച് സവിശേഷതകൾ ഇതിൽ വ്യത്യാസം വരുന്നുണ്ട്. ഒന്ന് എന്താണ്? such as inactive ingredients including colors and flavorings. അല്ലെ, ചില മരുന്നുകളുടെ പ്രത്യേകിച്ച് കളറിങ്ങും ഫ്ലേവറിങ്ങിലും മാത്രമേ പ്രധാനമായിട്ടും വ്യത്യാസം വരുന്നത് അല്ലെ? അല്ലേ? വേറെ എന്തൊക്കെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവും മെഡിസിൻസില്? പ്രത്യേകിച്ച് ജനറിക്കും ബ്രാൻഡഡ് ആയിട്ടുള്ള മെഡിസിൻസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, പ്രധാന വ്യത്യാസം എന്തൊക്കെയാണ്? ഇൻഗ്രീഡിയൻസ് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ? അതിലുള്ള ഇൻഗ്രീഡിയൻസ് വ്യത്യാസം ഉണ്ടായിരിക്കും, കളറ്, ഫ്ലേവറിങ്സ്. പിന്നെ പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവും. പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവും. ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രൈസ് വരുന്നത്? ഏതിനായിരിക്കും? ബ്രാൻഡിനാണോ ജനറിക് മെഡിസിൻസിനാണോ പൈസ കൂടുന്നത്? ബ്രാൻഡഡ് ആയിട്ടുള്ള മെഡിസിൻസിനായിരിക്കുള്ളൂ അല്ലെ പ്രൈസ് കൂടുന്നത്. ഓക്കെ, അതൊക്കെ തന്നെയാണ് ഇതിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും തമ്മില്? സൈസ് അല്ലെ, സൈസ് അതിന്റെ ബോട്ടിൽസ് ഷേപ്സിലൊക്കെ ഇതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ പറയുന്നുണ്ട് okay, are essential in the care of a particular patient. It may be appropriate for the prescribing physician to require that a specific brand be dispensed for a particular patient. Even though the certain characteristics may differ, such as inactive ingredients, in order for the FDA to approve a generic drug, the distinction between brand generic drug can not affect performance characteristics. ഇവിടെ പറയുന്നത് പക്ഷെ ചില ഡോക്ടേഴ്സ് ചില പെർട്ടിക്കുലർ കേസസുകളിൽ എങ്ങനെയുള്ള മരുന്നുകൾ പ്രിഫർ ചെയ്യാറുണ്ട്? പെർട്ടിക്കുലർ പേഷ്യന്റുമായി ബന്ധപ്പെട്ട് വന്ന് നമ്മള് കുറച്ച് പേഷ്യന്റിന്റെ കണ്ടീഷൻ നോക്കിയിട്ട് ചില മരുന്നുകൾ ബ്രാൻഡഡ് ആയിട്ടുള്ളത് മാത്രമായിരിക്കും ചില ഡോക്ടേഴ്സ് പറയുന്നത് അല്ലെ? മിക്കതും എന്താണ് അവരുടെ കണ്ടീഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും ബ്രാൻഡഡ് മെഡിസിൻസ് കൊടുക്കുന്നത്. അല്ലാത്ത സിറ്റുവേഷൻസിലാണ് എന്ത് ജനറിക് മെഡിസിൻസുകൾ അല്ലെങ്കിൽ അതിന്റെ മറ്റ് കാറ്റഗറിയിൽ വരുന്നത് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു മിനിറ്റ്, നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കണേ.
Okay. My check now. Yes. Yes. നമ്മൾ പറഞ്ഞിരുന്ന ഓരോ ഫിസിഷ്യൻസും എന്താണ് പെർട്ടിക്കുലർ ആയിട്ടുള്ള പേഷ്യൻസിന് അവര് കുറച്ചുകൂടി ബ്രാൻഡഡ് ആയിട്ടുള്ള മരുന്നുകൾ തന്നെയായിരിക്കും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ കണ്ടീഷൻ അനുസരിച്ച് കുറച്ചും കൂടി ബെറ്റർ കേസസ് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള മരുന്നുകൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. യെസ്. എന്ന് വിചാരിച്ച് ജനറിക് മെഡിസിൻസിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നാണോ, ജനറിക് മെഡിസിൻസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല അല്ല. ജനറിക് മെഡിസിൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ അതേ ബ്രാൻഡഡ് മെഡിസിൻസിന് അതേ കണ്ടന്റ്സ് ഒക്കെ തന്നെയായിരിക്കും വരുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ അതിൽ വരുന്നുള്ളൂ. പക്ഷെ സ്പെസിഫിക് ആയിട്ടുള്ള കേസസിൽ മാത്രമാണ് ഡോക്ടേഴ്സ് ബ്രാൻഡഡ് നെയിംസ് ഉള്ള അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള മെഡിസിൻസ് പേഷ്യൻസിന് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. In order for the FDA to approve a generic drug, the distinction between a brand and generic drug cannot affect performance characteristics, safely or effectiveness. ഇവിടെ FDA എന്ന് പറയുന്നത് എന്താണ്? FDA, Food and Drug Administration. അപ്പോൾ ഈ ജനറിക് മെഡിസിൻസിനും ബ്രാൻഡഡ് മെഡിസിൻസിനും എന്തിന്റെ അപ്രൂവൽ ആവശ്യമാണ്? എന്തിന്റെ അപ്രൂവൽ ആവശ്യമാണ്? ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. അതൊന്ന് നോട്ട് ചെയ്തേ, എഴുതി വെച്ചേ. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ, അവിടെ കൊടുത്തിട്ടില്ല അത്. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. അതായത് പ്രത്യേകിച്ച് ജനറിക് മരുന്നുകൾ അംഗീകൃതമായിട്ട് കൊടുക്കണമെങ്കിൽ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അംഗീകൃതമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കൂ. അതായത് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ജനറിക് മെഡിസിൻസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കൂ കേട്ടോ. മാത്രമല്ല FDA-യുടെ അംഗീകൃത പ്രകാരം ആ മരുന്ന് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വളരെ സേഫ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ. Then generic version of a drug will not look like the brand because trademark laws in the US do not allow a generic drug to look exactly like other drugs already on the market. ഇനി എന്താ പറയുന്നത്? ഈ ജനറിക് വേർഷൻസിന്റെ ഡ്രഗ്സുകൾ നമുക്ക് എങ്ങനെ പെട്ടെന്ന് അതിനെ കണ്ടുപിടിക്കാൻ പറ്റും? ജനറിക് വേർഷൻസിനുള്ള മരുന്നുകൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? നമ്മുടെ ബ്രാൻഡിൽ കൊടുക്കുന്ന പോലെ ആയിരിക്കും ജനറലിൽ വരുന്നത്. ലോഗോസ് എന്തെങ്കിലുമൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരിക്കും അതില്. ലോഗോസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ബ്രാൻഡഡ് മരുന്നുകളെ പോലെ ലോഗോസോ ട്രേഡ് മാർക്കുകളോ ഒന്നും തന്നെ എന്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല? ജനറിക് മെഡിസിൻസിൽ ഉണ്ടായിരിക്കില്ല. ഓക്കെ. ഇനി ഇവിടെ പറയുന്നുണ്ട് US do not allow generic drug to look exactly like other drugs already on the market. US countries-ൽ ജനറിക് ഡ്രഗ്സ് എങ്ങനെയാണ് അലോ ചെയ്യുന്നത്? അലോ ചെയ്യുന്നുണ്ടോ US countries-ൽ? US do not allow a generic drug to look exactly like other drugs already on the market. അതായത് US മാർക്കറ്റ്സിൽ, യുഎസിലെ ഫാർമസ്യൂട്ടിക്കൽ മാർക്കറ്റ്സിൽ എന്താണ് നമ്മുടെ ബ്രാൻഡഡ് മെഡിസിൻസ് അലോ ചെയ്യുന്നത് പോലെ ജനറിക് ഡ്രഗ്സുകൾ അവരുടേതായിട്ടുള്ള ട്രേഡ് മാർക്സോ ലോസോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ അംഗീകരിച്ച് പുറത്തേക്ക് ഇടാനായിട്ട് അല്ലെങ്കിൽ അതായത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് US എക്കോണമി അത് അനുവദിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ ഏറ്റവും കൂടുതൽ ബ്രാൻഡഡ് മെഡിസിൻസിനാണ് ഏറ്റവും കൂടുതൽ അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ജനറിക് മെഡിസിൻസിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ എന്താ പറയാ ലിമിറ്റേഷൻസോട് കൂടിയാണ് അത് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ. നിങ്ങൾ ഈ ഒരു ഭാഗം മാത്രം പഠിക്കുക കേട്ടോ. ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ കണ്ടില്ലേ? ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഫ്ലേവർ കളേഴ്സ് എന്നൊരു ഭാഗം. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. അതും പഠിക്കണം. പിന്നെന്താണ്, ഓരോ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഡോക്ടേഴ്സ് ബ്രാൻഡഡ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗം അവിടെ വരെ ഒന്ന് പഠിക്കുക കേട്ടോ. ബാക്കി അങ്ങോട്ട് താഴെ നോക്കേണ്ടതില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല. ഇമ്പോർട്ടന്റ് ഉള്ളതാണെങ്കിൽ ഞാനത് പറഞ്ഞതനുസരിച്ച് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ. പ്രധാന വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമുക്കറിയാം. ഇൻഗ്രീഡിയൻസിൽ പ്രത്യേകിച്ച് അതിന്റെ കളേഴ്സിലും ഫ്ലേവേഴ്സിലും വ്യത്യാസം ഉണ്ടായിരിക്കും.
പ്രൈസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, ഷേപ്സിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് ബോട്ടിൽസുകൾ അല്ലെ, ബോട്ടിൽസിൽ അല്ലെങ്കിൽ ചിലത് ക്യാപ്സ്യൂൾ ആയിരിക്കും, ചിലത് എന്താണ് ചിലത് പാക്കറ്റ്സിലൊക്കെ വരുന്ന മെഡിസിൻസ് ഉണ്ടല്ലോ, പാക്കറ്റ് രൂപത്തിൽ വരുന്ന മെഡിസിൻസ്. അപ്പൊ അതിന്റെയൊക്കെ രീതിയിൽ ഈ രണ്ട് മെറ്റീരിയൽസുകളും വ്യത്യാസമുണ്ട്. അപ്പൊ ബ്രാൻഡഡ് ആയിട്ടുള്ള മെഡിസിൻ ആണെങ്കിൽ എന്താണ് പാക്കറ്റ്സ് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അത് തയ്യാറായിരിക്കും. പക്ഷെ ജനറിക് മെഡിസിൻസിന്റെ കാര്യത്തിൽ കുറച്ചും കൂടി അത്രയും ക്വാളിറ്റി ഉള്ള, ക്വാളിറ്റി മീൻസ് അതല്ല, ആ ഷേപ്സിലൊക്കെ എന്താണ് അത്ര ബ്രാൻഡഡിൽ കൊടുക്കുന്ന അതേ രീതിയിലുള്ള ഷേപ്സ് കാര്യങ്ങളൊന്നും ജനറിക് മെഡിസിൻസ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ചിഹ്നം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇതെവിടെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? മെഡിക്കൽ ടെർമിനോളജി പഠിച്ചത് ഓർക്കുന്നുണ്ടോ? RX പഠിച്ചത്. യെസ്, RX എന്താണ്? അപ്പോ RX എന്ന് പറയുന്നത് എന്താണ്? പ്രിസ്ക്രിപ്ഷൻ ആണ് അല്ലെ, മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ. The symbol RX is usually said to stand for the Latin word recipe അല്ലെങ്കിൽ recipier എന്ന് പറയാം കേട്ടോ. റെസിപ്പി എന്ന് പറയാറുണ്ടെങ്കിൽ recipier, RECIPER, recipier എന്നും പറയും, റെസിപ്പി എന്നും പറയാറുണ്ട് കേട്ടോ. വേണമെങ്കിൽ നോട്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ RX എന്ന വാക്ക് എന്താണ്? പ്രിസ്ക്രിപ്ഷൻ ആണ് അല്ലെ. പ്രിസ്ക്രിപ്ഷൻ മീൻസ് എന്താണ്? പ്രിസ്ക്രിപ്ഷൻ പ്രിസ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? പ്രിസ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് എന്താ? ആരാണ് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്? പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് ആരാണ്? ഡോക്ടേഴ്സ് ആണ്, ഫിസിഷ്യൻസ് ആണ് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. അതായത് ടു ടേക്ക് എന്നാണ് പറയുന്നത് അല്ലെ, അത് എടുക്കാൻ വേണ്ടിയിട്ട്, എടുക്കാനുള്ളതാണ് എന്റെ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇതൊരു ലാറ്റിൻ വേർഡായ റെസിപ്പി എന്നാണ് RX എന്ന വാക്കുണ്ടായത് അല്ലെ. റെസിപ്പി എന്ന വാക്കാണ്, ലാറ്റിൻ വേർഡ് ആണത്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ടു ടേക്ക് അഥവാ അല്ലെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഇറ്റ് ഈസ് കസ്റ്റമർലി പാർട്ട് ഓഫ് ദ സൂപ്പർസ്ക്രിപ്ഷൻ ഓഫ് എ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഹെഡിങ് ഓഫ് എ പ്രിസ്ക്രിപ്ഷൻ. ഇപ്പൊ RX എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ചീറ്റിലും അല്ലെ, നമ്മുടെ ചാർട്ടിലൊക്കെ എന്താണ് ഫസ്റ്റ് ഫ്രണ്ടിൽ തന്നെ RX എഴുതിയിട്ടായിരിക്കുള്ളൂ അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡോക്ടേഴ്സ് എഴുതുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇത് പഠിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഏത് ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് ഉണ്ടായിരിക്കുന്നത്? ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് RX മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കുന്നത്? ഏതാണ്? ഏത് മെഡിക്കൽ വേർഡാണ്? ഇത് ലാറ്റിൻ വേർഡ് ആണ്. യെസ്, റെസിപ്പി. ഓക്കെ, തിരിച്ചും ചോദിക്കാം, റെസിപ്പി എന്ന വാക്ക് ഏത് വേർഡിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്തത്? ഏത് വേർഡാണ്? ലാറ്റിൻ വേർഡ്. അപ്പൊ അങ്ങനെ എങ്ങനെ മാറി ചോദിക്കാം, പിന്നെ അതിന്റെ മീനിങ്ങും ചോദിക്കും കേട്ടോ. ഓക്കെ, അപ്പോ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻസിലെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നൊട്ടേഷൻ ആണിത് RX എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ പ്രിസ്ക്രിപ്ഷന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഒരു നൊട്ടേഷൻ ആണ് RX എന്ന് പറയുന്നത് അല്ലെ. അതായത് രോഗിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് അതിൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. ഓക്കെ, യെസ്, മനസ്സിലായോ RX എന്താണെന്ന്? മനസ്സിലായോ? ഓക്കെ, പെട്ടെന്ന് കാണുമ്പോൾ നമ്മളിത് TX എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തോന്നും അല്ലെ. പക്ഷെ R-ന്റെ ആ ഒരു ലെറ്ററിൽ നിന്ന് തന്നെയാണ് X ഇട്ടിരിക്കുന്നത് അല്ലെ. അങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ, ശ്രദ്ധിക്കണം. നെക്സ്റ്റ് നോക്കുന്നത് ഷെഡ്യൂൾഡ് ഡ്രഗ്സുകളാണ്. ഓക്കെ, ഷെഡ്യൂൾഡ് ഡ്രഗ്സുകൾ നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. കുറെ പഠിക്കാനുള്ളത്, കുറെ വിഭാഗങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഷെഡ്യൂൾഡ് ഡ്രഗ്സുകൾ എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ളതായിരിക്കും? These drugs are which cannot be purchased over the counter without the prescription of a qualified doctor. The manufacture and sales of all drugs are covered under the Drugs and Cosmetics Act and rules. അപ്പൊ ഷെഡ്യൂൾഡ് ഡ്രഗ്സുകൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നേരെ ഒരു കൗണ്ടറിൽ പോയി നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഡ്രഗുകളാണോ, മരുന്നുകളാണോ? അല്ല അല്ലെ. നമുക്കിത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങിക്കാൻ പറ്റാത്ത മരുന്നുകളാണ് എന്താ? ഷെഡ്യൂൾഡ് ഡ്രഗ്സുകൾ എന്ന് പറയുന്നത്. അതായത് അപ്പൊ അതിന്റെ നിർമ്മാണം, അതിന്റെ മാനുഫാക്ചർ, സെയിൽസ് എല്ലാം തന്നെ എന്തിന്റെ കീഴിലാണ് വരുന്നത്? ആരുടെ പരിധിയിലാണ് വരുന്നത്? ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സിന്റെ ആക്ടിന്റെ റൂൾസിന്റെ പ്രകാരമാണ് ഷെഡ്യൂൾഡ് ഡ്രഗ്സുകളുടെ നിയന്ത്രണങ്ങൾ വരുന്നത്. അപ്പൊ ഷെഡ്യൂൾഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് വാങ്ങാൻ പറ്റാത്ത മരുന്നുകളാണ് ഷെഡ്യൂൾഡ് ഡ്രഗുകൾ എന്ന് പറയുന്നത്. ഓക്കെ,
മനസ്സിലായോ ഇവിടെ വരെ പറഞ്ഞത്? യെസ്. ഇനി കുറച്ച് ആക്ടുകൾ പോലെ ഇവിടെ പറയുന്നുണ്ട്, ഞാനൊക്കെ ചുരുക്കി പറയാം. അതായത് എ ഡ്രഗ്, മെഡിസിൻ ഓർ അതർ സബ്സ്റ്റൻസ്, ഇപ്പൊ ഒരു മരുന്നോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പദാർത്ഥങ്ങളോ ആയിക്കോട്ടെ, സ്പെസിഫൈഡ് ഇൻ എനി ഡയറക്ഷൻസ് ഗിവൻ ബൈ എ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അണ്ടർ സെക്ഷൻ. ഇപ്പൊ നമ്മുടെ ഈ മരുന്നുകൾക്കൊക്കെ അംഗീകാരം നൽകാനായിട്ട് നമ്മുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അണ്ടർ സെക്ഷന്റെ കീഴിൽ കുറച്ച് റൂൾസുകൾ വരുന്നുണ്ട്. അതിൽ 28 യു എന്ന് പറയുന്നത് 29(1) എന്ന് പറയുന്നതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? Act as being a drug, medicine or other substance which may not bring order for patients in the provision of medical service under the contract or expect where the condition in clause 291 are satisfied. Scheduled drugs can only be ordered for specified patients and specialized purpose. ഇപ്പോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അതായത് സ്റ്റേറ്റ്സ് ഓഫ് സെക്ഷൻ പ്രകാരം തന്നെ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് സെന്ററിന്റെ പ്രകാരം തന്നെ നമുക്ക് എന്തില്ലാതെ മരുന്നുകൾ ലഭ്യമാകില്ല. മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ഈ മരുന്നുകളൊന്നും, ഷെഡ്യൂൾഡ് ആയിട്ടുള്ള മരുന്നുകൾ ഒരിക്കലും ഒരിടത്തും കൊടുക്കാനായിട്ട് നിയമപരമായിട്ട് തന്നെ അവകാശമില്ല. ഓക്കെ, അതായത് ഷെഡ്യൂൾഡ് ഡ്രഗ്സ് എന്ന് പറയുന്ന അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. അത് എന്താണെന്ന് നമ്മളിപ്പോ പഠിക്കും കേട്ടോ. ഓക്കെ, അതായത് ഒരു ക്വാളിഫൈഡ് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ ഈ മരുന്ന് അനുവദനീയമായിട്ട് കൊടുക്കില്ല. ഓക്കെ, മനസ്സിലായോ അത് പറഞ്ഞത്? അതായത് നമ്മൾ ഒരു രോഗിക്ക് വെറുതെ ഓർഡർ ചെയ്ത് വാങ്ങിക്കാൻ പറ്റിയ മരുന്നുകളൊന്നല്ല എന്ത് ഷെഡ്യൂൾഡ് ഡ്രഗുകൾ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അതിലെ ഇവിടെ 291 ക്ലോസ് എന്ന് പറയുന്നത്, 291 വ്യവസ്ഥകൾ എന്ന് പറയുന്നത് എന്താണ്? മരുന്നിന് ഇതേപോലെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡോക്ടറിന്റെ ആ ഒരു നിർദ്ദേശപ്രകാരം അല്ലാതെ നമുക്ക് ഈ മരുന്നുകൾ വാങ്ങിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ 291 ക്ലോസസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലുള്ള വ്യവസ്ഥകൾ തന്നെയാണ് ഈ സമയം പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി scheduled drugs can only be ordered for specialized patients and specialized purpose. ഈ ഷെഡ്യൂൾഡ് ഡ്രഗ്സുകൾ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സ്പെസിഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിന്, സ്പെസിഫൈഡ് ആയിട്ടുള്ള പർപ്പസസിന് വേണ്ടിയിട്ടാണ് ഷെഡ്യൂൾഡ് ഡ്രഗുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ അപ്ലൈ ചെയ്തേ, ഷെഡ്യൂൾഡ് ഡ്രഗ്സ് ക്യാൻ ഓൺലി ബി ഓർഡർഡ് ഫോർ സ്പെസിഫൈഡ് പേഷ്യൻസ് ആൻഡ് സ്പെസിഫൈഡ് പർപ്പസസ്. എന്താ പറയുന്നത്? മനസ്സിലായില്ലേ? അതായത് നമ്മുടെ 28U പ്രകാരമാണ് ഇത് പറയുന്നത്. ഈ റൂൾ പ്രകാരം എന്താ പറയുന്നത്? സ്പെസിഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിനും സ്പെസിഫൈഡ് ആയിട്ടുള്ള പർപ്പസസിനും മാത്രമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഇത്തരത്തിലുള്ള മരുന്നോ അല്ലെങ്കിൽ മറ്റു പദാർത്ഥങ്ങളോ ഉപയോഗിക്കുന്നത്. ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഷെഡ്യൂൾഡ് ഡ്രഗ്സ് കാറ്റഗറിയിലാണ് ഇത് ഉൾപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായോ? ശരി, നമുക്ക് ഏതൊക്കെ മരുന്നുകളാണെന്ന് കേൾക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും കേട്ടോ. അപ്പൊ നമ്മളിനി നോക്കുന്നത് ടൈപ്സ് ഓഫ് ഷെഡ്യൂൾഡ് ഡ്രഗ്സുകളാണ്. ഏതൊക്കെ ടൈപ്സ് വരുന്നതാണ് ഇത് നല്ലോണം ശ്രദ്ധിക്കണം. കാരണം കുറെ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മളിത് പഠിക്കുന്നത് കേട്ടോ. HYZJH എന്നൊക്കെ പറഞ്ഞ് കുറെ ലെറ്റേഴ്സ് വെച്ചിട്ട് പഠിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഓക്കെ, ടൈപ്സ് ഓഫ് ഷെഡ്യൂൾഡ് ഡ്രഗ്സ്. The Drugs and Cosmetic Rule 1945 has provision for classification of drugs under given schedules, and there are guidelines for the storage, sale, display, and prescription of each schedule. The Rule 67 details the condition of licenses. The Rule 97 contains the labeling regulations. അപ്പൊ നമ്മളിത് പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഷെഡ്യൂൾഡ് ഡ്രഗ്സുകൾ ഏതൊക്കെയെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ് പ്രകാരം, അതായത് 1945 ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്കൽ റൂൾസ് പ്രകാരം നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഷെഡ്യൂൾഡ് ആയിട്ടുള്ള മരുന്നുകളെയാണ് നമ്മൾ അവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. 1945 ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്കൽ റൂൾ പ്രകാരം നമ്മൾ ഷെഡ്യൂൾഡ് ഡ്രഗ്സുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്?
സ്റ്റോർ ചെയ്യുക, ഓരോ ഏതൊക്കെ സംഭരിക്കണം അല്ലെ, ഏതൊക്കെ സെയിൽ ചെയ്യണം, ഏതൊക്കെ ഡിസ്പ്ലേ ചെയ്യണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഈച്ച് ഷെഡ്യൂൾ, മാത്രമല്ല എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്ന മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെ വരെ നമ്മൾ ഷെഡ്യൂൾ ഡ്രഗ്സുകളിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ റൂൾ 67 പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? റൂൾ 67 എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കണ്ടീഷൻസ് ഓഫ് ലൈസൻസിനെയാണ്. റൂൾ 67 സൂചിപ്പിക്കുന്നത് കണ്ടീഷൻസ് ഓഫ് ലൈസൻസ് ആണ്. എന്താണ് അവിടെ പറയുന്നത്? 67 എന്ന റൂള് ഡ്രഗ്സിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് സൂചിപ്പിക്കുന്നത്. 19(7) എന്ന റൂളോ കണ്ടെയ്ൻ ദ ലേബലിംഗ് റെഗുലേഷൻ. എന്താണ് കണ്ടെയ്ൻ ദ ലേബലിംഗ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്? എന്ത് ലേബൽ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്? 97 റൂൾ പ്രകാരം എന്ത് ലേബൽ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്? ഇപ്പൊ നമ്മൾ ഒരു മരുന്നിൽ രേഖപ്പെടുത്തേണ്ട ലേബൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിന് പ്രത്യേകമായ നിയന്ത്രണങ്ങളുണ്ട്. അതായത് ഒരു മരുന്നിന്റെ മേളിലായിട്ട് അല്ലെങ്കിൽ ഒരു മരുന്നിന്റെ പാക്കിങ്ങിന്റെ മുകളിലായിട്ട് ഇന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അതിന്റെ പേര്, ബ്രാൻഡ് നെയിം, ജനറിക് മെഡിസിൻസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തരം മെഡിസിൻസ് ആണെങ്കിലും അതിന്റെ നമ്പർ, അതിന്റെ ഇൻഗ്രീഡിയൻസ്, അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാനുഫാക്ചർ ഡയറക്ഷൻസ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കാണാറില്ലേ? അപ്പൊ അത്തരം ലേബലിംഗുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? 97 റൂൾസിൽ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ലേബലിൽ നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് റൂൾ 97 വരുന്നത്. 67 എന്തിനെ കുറിച്ചിട്ടാണ്? കണ്ടീഷൻസ് ഓഫ് ലൈസൻസിനെ കുറിച്ചിട്ടും 19(7) എന്താണ്? കണ്ടെയ്ൻ ദ ലേബലിംഗ് ഓഫ് റെഗുലേഷൻസിനെ കുറിച്ചിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏത് ആക്ട് പ്രകാരമാണ്? ഏത് റൂൾ പ്രകാരമാണ്? 1945 ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾ പ്രകാരമാണ് ഇത്തരത്തിലുള്ള ഗൈഡ് ലൈൻസുകൾ പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, അപ്പോ ടൈപ്സ് ഓഫ് ഷെഡ്യൂൾ ഡ്രഗ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഏതൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. അപ്പൊ നോട്ടബിൾ ഷെഡ്യൂൾ ആയിട്ടുള്ള കുറച്ച് ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് ഷെഡ്യൂൾ ഡ്രഗ്സുകളാണ് നമ്മളോട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പറഞ്ഞോട്ടെ. യെസ്, ഫസ്റ്റ് വൺ ഷെഡ്യൂൾ ജി. നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോയിക്കോട്ടോ. അതായത് ഷെഡ്യൂൾ ജി, ഷെഡ്യൂൾ എച്ച് എന്നൊക്കെ അതിലൊന്ന് ഹെഡ്ലൈൻ കൊടുത്തു കഴിഞ്ഞാല്, അണ്ടർലൈൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. പെട്ടെന്ന് നോക്കുന്നത് എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും കാണുന്നത്. ഷെഡ്യൂൾ ജി ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഷെഡ്യൂൾ ഡ്രഗ്സ്. ഷെഡ്യൂൾ ജി കാറ്റഗറി ഏതാണെന്ന് നോക്കാം. മോസ്റ്റ് ഓഫ് ദീസ് ഡ്രഗ്സ് ആർ ഹോർമോണൽ പ്രിപ്പറേഷൻസ്. Most of these drugs are hormonal preparation. The drug label must display the text caution. It is dangerous to take this preparation except under medical supervision prominently. Examples of substances under this schedule. Okay, so schedule G എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഷെഡ്യൂൾ ജിയില് ഇത് ഭൂരിഭാഗം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഹോർമോണൽ പ്രിപ്പറേഷൻസ് ആണ് അല്ലെ. ഹോർമോണൽ പ്രിപ്പറേഷൻസ് ആയിട്ടുള്ള ഡ്രഗുകളാണ് ഇതിൽ വരുന്നത്, ഷെഡ്യൂൾ ജിയിൽ വരുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഡ്രഗ്സിന്റെ മുകളിൽ നമ്മളിത് കണ്ടിട്ടുണ്ടാവും. കോഷൻ എന്ന് കണ്ടിട്ടില്ലേ ചില മരുന്നുകളില്? കോഷൻ, CAUTIN, കോഷൻ മീൻസ് ജാഗ്രത എന്ന് പറഞ്ഞിട്ടില്ലേ? അതായത് ഡേഞ്ചറസ് ആണ്, അത് നമ്മൾ കഴിക്കുന്നത് പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ സൂപ്പർവിഷൻ ഇല്ലാതെ കഴിക്കുന്നത് ആപത്താണെന്നുള്ളത് കണ്ടിട്ടില്ലേ? ഇനി മരുന്നൊക്കെ എടുത്ത് നോക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അതായത് കോഷൻ അഥവാ ജാഗ്രത എന്നൊരു രീതിയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള മരുന്നുകൾക്ക് നമ്മൾ ഈ കോഷൻ എന്ന കാര്യം കൊടുത്തു. ഈ കോഷൻ എന്ന ഇത് ഡിസ്പ്ലേ ഇല്ലാതെ അല്ലെങ്കിൽ ലേബൽ ഇല്ലാതെ നമ്മൾക്ക് ഇത് ഈ മരുന്ന് കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. അപ്പൊ ഷെഡ്യൂൾ ജിയിൽ പറയുന്നത് എങ്ങനെയുള്ള മെഡിസിൻസ് ആണ്? ഹോർമോണൽ പ്രിപ്പറേഷൻസ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് ഇതിൽ ഭൂരിഭാഗം വരുന്നത്. ഇങ്ങനെയുള്ള മെഡിസിൻസിൽ എന്തുണ്ടായിരിക്കും? പ്രത്യേകമായിട്ട് ജാഗ്രത പുലർത്തേണ്ട മെഡിസിൻസ് ആണ്. അതൊരിക്കലും ഒരു മെഡിക്കൽ സൂപ്പർവിഷന്റെ പ്രോമിനൻസോ ഇല്ലാതെ നമുക്കത് വാങ്ങാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അതിന് എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. ഷെഡ്യൂൾ ജി എന്താന്ന് മനസ്സിലായോ? ഷെഡ്യൂൾ ജി ടീച്ചർ ഇവിടെ വരെ പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, ഓക്കെ, ഇനി ഇതിന്റെ എക്സാമ്പിൾ ഒക്കെ കുറച്ചുകൂടി മനസ്സിലാവും. അണ്ടർ ദിസ് ഷെഡ്യൂൾ, ഇതെല്ലാം ഷെഡ്യൂൾ ജിയിൽ വരുന്ന മരുന്നുകളുടെ പേരാണ് കേട്ടോ, മരുന്നുകളുടെ പേരാണ്. ടെസ്റ്റ് ലാക്ടോൺ, ഹൈഡ്രോസയൂറിയ, കാർബെറ്റാമൈൻ, പ്രൈമിഡോൺ. നോക്കാം,
ടെസ്റ്റ് ലാക്ടോ എന്ന് പറഞ്ഞ മരുന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ടെസ്റ്റ് ലാക്ടോ എന്ന് പറയുന്നത് എന്തിനു ഉപയോഗിക്കുന്നതാണ്? ബ്രസ്റ്റ് ക്യാൻസേഴ്സിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നാണ് കേട്ടോ ടെസ്റ്റ് ലാക്ടോ എന്ന് പറയുന്നത്. ദെൻ ഹൈഡ്രോസിക്യൂറ എന്ന് പറയുന്ന മരുന്ന് ഏതാണ്? ഹൈഡ്രോസിക്യൂറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാൻസറിന്റെ സെൽസുകളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ക്യാൻസർ സെൽസുകളെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഒരു മിനിറ്റ് കേട്ടോ, മുട്ടി വിളിക്കുകയാണ്. ഒരു മിനിറ്റ്. Okay. ശരി. ടെസ്റ്റ് ലാക്ടോൺ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസേഴ്സിന് ഉപയോഗിക്കുന്നത്. മറ്റേത് എന്താണ്? ഹൈഡ്രോക്സിയൂറ എന്ന് പറയുന്നത് നമ്മുടെ ക്യാൻസർ സെൽസിനെയൊക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാബ്ലറ്റ്സുകളാണ്. ദെൻ കാർബെറ്റാമൈഡ് എന്ന് പറഞ്ഞ മെഡിസിൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കാർബെറ്റാമൈഡ് ഇത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ? കാർബെറ്റാമൈഡ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇത്? കളനാശിനികളായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ വിളകളുടെ കളനാശിനികളായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ കാറ്റഗറിയിൽ വരുന്നതാണ്. അതേപോലെ തന്നെ എന്താണ്? പ്രൈമിഡോൺ എക്സെട്ര. പ്രൈമിഡോൺ എന്താണ്? എന്തിനുള്ള മരുന്നാണ്? സീഷർ, ഫിക്സ്, അപസ്മാരമൊക്കെ വരുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളാണത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ പേരുകൾ കേട്ടപ്പോ തന്നെ മനസ്സിലായി ഷെഡ്യൂൾ ജിയുടെ പ്രത്യേകത എന്താണ്? ജാഗ്രത കൊടുക്കേണ്ട മരുന്നുകളാണോ ഇത്? ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലെ? യെസ്. അപ്പൊ ഷെഡ്യൂൾ ജി എന്ന് പറയുന്നത് മാക്സിമം എന്താണ് ഹോർമോണൽ പ്രിപ്പറേഷൻസ് ഉള്ള മരുന്നുകളാണ് ഈ കാറ്റഗറീസിൽ വരുന്നത്. ഓക്കെ, അതായത് നല്ലൊരു സൂപ്പർവിഷൻ ഇല്ലാതെ മീൻസ് മെഡിക്കൽ സൂപ്പർവിഷൻ ഇല്ലാതെ നമുക്ക് ഈ മരുന്നുകൾ വാങ്ങിക്കാനായിട്ട് നിർവാഹമുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഒന്ന് നോക്കി വെച്ചാൽ കേട്ടോ പേരുകളും. നെക്സ്റ്റ് ഷെഡ്യൂൾ എച്ച്. നമ്മളിപ്പോ പഠിച്ചത് ഷെഡ്യൂൾ ജി ആണ്. ഇനി നെക്സ്റ്റ് പഠിക്കുന്നത് ഷെഡ്യൂൾ എച്ച് ആണ്. The drug label must display the text Rx and Schedule H are drug warning. Not be sold by retail without the prescription of a registered medical practitioner prominently. It can only be supplied to licensed practice parties. It cannot be sold without a prescription, and only the amount specified in the prescription should be sold. The time and date of prescription must be noted. ഷെഡ്യൂൾ എച്ചിന്റെ പ്രത്യേകത എന്തായിരിക്കും? എന്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഷെഡ്യൂൾ എച്ച് എന്ന് പറയുന്നത്? RX ഉണ്ടാവും. ടെക്സ്റ്റസ് ആയിട്ട് RX ഉണ്ടായിരിക്കും. ഷെഡ്യൂൾ എച്ച് ഡ്രഗ് വാർണിംഗ്സ് ഇതില് ലേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. Not to be sold in retail without the prescription of a registered medical practitioner. ഈ മെഡിസിൻസ് പ്രത്യേകിച്ച് ഷെഡ്യൂൾ എച്ചിൽ വരുന്ന മെഡിസിൻസ് നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്സുകൾ അല്ലെങ്കിൽ മറ്റ് ഷോപ്സുകളൊക്കെ നമുക്ക് ഇങ്ങനെ നോർമൽ ആയിട്ട് വിൽക്കാനായിട്ട് സാധിക്കുമോ? റീറ്റെയിൽ ആൾക്കാർക്ക് വിൽക്കാനായിട്ട് സാധിക്കുമോ? വിൽക്കാൻ പാടില്ലാത്തതാണ് അല്ലെ? അതായത് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇത്തരം മരുന്നുകൾക്ക് ഇവർക്ക് വിൽക്കാനായിട്ട് പാടുന്നതല്ല. അത് സ്ട്രിക്റ്റ്ലി എന്താണ് നമ്മുടെ കൺട്രോൾ ചെയ്തിരിക്കുന്ന മരുന്നുകൾ അത് വിതരണം ചെയ്യാനായിട്ട്, അതായത് പ്രത്യേകിച്ച് ഒരു ഡ്രഗ് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഈ മരുന്നുകള് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വിതരണം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പ്രത്യേകിച്ച് ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനും വേണം, അതോടൊപ്പം തന്നെ എന്ത് വേണം? ഡ്രഗ് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ, ഡ്രഗ് ലൈസൻസ് ഉള്ളവർക്ക് പാർട്ടികൾക്ക് വിതരണം ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, പിന്നെ കൃത്യമായിട്ട് ഇതിൽ എന്തൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം? The time and date of prescription must be noted. കൃത്യമായിട്ട് എന്തൊക്കെ ഉണ്ടായിരിക്കും ഇതില്? ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. കൃത്യമായിട്ടുള്ള ടൈമും ഡേറ്റും പ്രിസ്ക്രിപ്ഷൻസിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഷെഡ്യൂൾ എച്ചിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ആൻഡ്രോജനിക്, അനാബോളിക്, ഓസ്ട്രോജനിക് ആൻഡ് പ്രൊജസ്റ്റേഷണൽ സബ്സ്റ്റാൻസസ്, ആൽപോറാസം, സ്നാക്സ്, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ, ഇബോഫ്രിൻ, വാസോപ്രസിൻ എക്സെട്ര. അപ്പോ ഷെഡ്യൂൾ എച്ചിൽ വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഈ ആൻഡ്രോജനിക് ആൻഡ് അനാബോളിക്സ് എന്നൊക്കെ പറയുന്നത് എന്ത് മെഡിസിൻസ് ആണ്? സ്റ്റിറോയിഡ്സുകളാണ് അല്ലെ? അത് സ്റ്റിറോയിഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. ദെൻ ഓസ്ട്രോജനിക് എന്ന് പറയുന്നത് നമ്മൾ എന്തിന് കഴിക്കുന്ന മരുന്നുകളാണ്? ഏത് സമയത്ത് കഴിക്കുന്ന മരുന്നുകളാണ്?
ഈ മെനോപാസ് എന്ന സിറ്റുവേഷൻ അറിയാമോ നിങ്ങൾക്ക്? മെനോപാസ്, മെനോപാസ് എന്താണത്? മെനോപാസ് എന്താണ്? മെനോപാസ് നിങ്ങൾക്ക് അറിയാലോ? എന്ത് സിറ്റുവേഷൻ ആണ്? യെസ്, വെരി ഗുഡ്. പീരീഡ്സ് സ്റ്റോപ്പ് ആവുന്ന ആ ഒരു ടൈം അല്ലേ? ആ ഒരു സമയത്തൊക്കെ അതിനൊക്കെ മെനോപാസിന് വേണ്ടിയിട്ടുള്ള ഒരു ആ ഒരു സമയത്ത് കഴിക്കുന്ന മെഡിസിൻസ് ആണ് ഓസ്ട്രോജനിക് എന്ന് പറയുന്ന മെഡിസിൻസ്. പ്രൊജസ്റ്റേഷണൽ സബ്സ്റ്റാൻസസ്, എന്നാൽ പ്രൊജസ്റ്റേഷണൽ സബ്സ്റ്റാൻസ് എന്ന് പറയുന്നത് സ്റ്റിറോയിഡുകളാണ് അല്ലെ? സ്റ്റിറോയിഡ്സുകളാണ്. പിന്നെ അൽപ്രാസോളം, എന്താണ് അൽപ്രാസോളം എന്ന് പറയുന്നത്? എന്ത് കാറ്റഗറിയാണ് അത്? അൽപ്രാസോളം എന്ന് പറയുന്നത് ഇത് ആന്റി ആൻസൈറ്റി ഏജൻസ് ആണ്. ആന്റി ആൻസൈറ്റി ഏജൻസ് ആണ്. അതായത് നമ്മുടെ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം സിറ്റുവേഷൻസ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ആന്റി ആൻസൈറ്റി ഏജൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇത് അലാപ്രാസോൾ എന്ന് പറയുന്നത് കേട്ടോ. സ്നാക്സ് എന്ന രീതിയിൽ അത് അറിയപ്പെടുന്നുണ്ട്. ഇനി ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എന്താണ്? ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഇതിനു വേണ്ടിയാണ് എടുക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. ഇതിന്റെ ഫസ്റ്റ് ഡോസ് നമ്മൾ എടുക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഫസ്റ്റ് ഡോസ് നമ്മള് ന്യൂ ബോൺ ബേബീസിന് ഏകദേശം ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻസ് എടുക്കാറുണ്ട് അല്ലെ? മഞ്ഞപ്പിത്തം. ഓക്കെ, യെസ്. പിന്നെ ഇബോപ്രോഫിൻ എന്താണ്? ഇബോപ്രോഫിൻ എന്ന് പറയുന്നത്, ഇബോപ്രോഫിൻ എന്തിനുള്ള മരുന്നുകളാണ്? ഇബോപ്രോഫിൻ പെയിൻ, വേദന സംഹാരികളായിട്ടൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. അതേപോലെ തന്നെ വാസോപ്രസിൻ. വാസോപ്രസിൻ എന്താണ്? വാസോപ്രസിൻ വാസോപ്രസിൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? അതും ഒരു ഹോർമോൺ മെഡിസിൻസ് ആണ് അല്ലെ? എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോർമോണൽ മെഡിസിൻസ് ആണ് വാസോപ്രസിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കത് എന്താണെന്നൊന്നും എക്സാമ്പിൾ ഒന്നും ചോദിക്കുന്നില്ല. എക്സാമ്പിൾ പറഞ്ഞപ്പോ അതിന് വിശദീകരണം തന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഷെഡ്യൂൾ എച്ചിന്റെ കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ്സുകളാണ് എന്ത്? ആൻഡ്രോജനിക്, അനാബോളിക്, ഓസ്ട്രോജനിക് ആൻഡ് പ്രൊജസ്റ്റേഷണൽ സബ്സ്റ്റാൻസസ്, സ്നാക്സ്, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ആണ്, ഇബ്രോഫിൻ ആണ്, വാസോപ്രസിൻ എക്സെട്ര. ഓക്കെ, യെസ്. അപ്പൊ ഷെഡ്യൂൾ എച്ച് മനസ്സിലായോ? എന്താണ് ഷെഡ്യൂൾ എച്ച് എന്ന് പറയുന്നത്? ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. അതായത് എച്ചുമായി ബന്ധപ്പെട്ട്, ഷെഡ്യൂൾ എച്ചുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്താണ്? ഇഫ് എ ഷെഡ്യൂൾ എച്ച് ഡ്രഗ് ആൾസോ കം അണ്ടർ the purview of Narcotic Drugs and Psychotropic Substances Act 1985, it must carry the text NRX and Schedule H drug warning to be sold by retail on the prescription of a registered medical practitioner only on the label prominently. ഇനി ഈ ഷെഡ്യൂൾ എച്ചിന്റെ തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അതായത് 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസ് ആക്ട് പ്രകാരം അതിന്റെ ഉള്ളിൽ വരുന്നതാണ് എന്താ? ഷെഡ്യൂൾ എച്ച് എന്ന കാറ്റഗറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഷെഡ്യൂൾ എച്ച് കാറ്റഗറീസ് ഏത് ആക്ടിന് കീഴിലാണ് വരുന്നത്? നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസ് ആക്ടിന്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ, യെസ്. അത് അണ്ടർലൈൻ ചെയ്തേ, അണ്ടർലൈൻ ചെയ്യാട്ടോ. യെസ്, അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നാർക്കോട്ടിക് ഡ്രഗ്സ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് എച്ച് ഡ്രഗുകൾ ഏത് ആക്ടിന്റെ പ്രകാരം കീഴിലാണ് വരുന്നതെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് നോട്ട് ചെയ്യാം. ഇനി ഇതിൽ എന്തായിരിക്കും? നിർബന്ധമായിട്ടുണ്ടായിരിക്കും ടെക്സ്റ്റ് NRX. NRX എന്നുണ്ടായിരിക്കും. ഇതിൽ NRX എന്ന് പറയുന്നത് എന്തായിരിക്കും? RX നമുക്കറിയാം പ്രിസ്ക്രിപ്ഷൻ ആണ്. അപ്പൊ N എന്തായിരിക്കും സൂചിപ്പിക്കുന്നത്? എങ്ങനെയുള്ള പ്രിസ്ക്രിപ്ഷൻ ആണ്? ന്യൂ പ്രിസ്ക്രിപ്ഷൻ ആണ് കേട്ടോ. NRX എന്ന് സൂചിപ്പിക്കുന്നത് ന്യൂ പ്രിസ്ക്രിപ്ഷൻ ആണ്. എഴുതി വെക്കുക കേട്ടോ. NRX ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ എന്താണ്? ഷെഡ്യൂൾ എച്ച് ഡ്രഗ് വാർണിംഗ്സും അതിൽ ലേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, NRX ഉണ്ടായിരിക്കും. ഷെഡ്യൂൾ എച്ച് ഡ്രഗ് വാർണിംഗ്സും കൂടി ഈ ഷെഡ്യൂൾ എച്ച് കാറ്റഗറിയിലെ ഡ്രഗ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, യെസ്.
then it is sold. ഇനി ഇതും എങ്ങനെയാണ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണർക്ക് മാത്രമേ ഇത് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഓക്കെ, ചെയ്യാൻ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർക്ക് മാത്രമാണ് ഇത് റീറ്റെയിൽ ചെയ്യാൻ സാധിക്കുന്ന ആൾക്ക് മാത്രമാണ് പ്രിസ്ക്രിപ്ഷൻ ഓഫ് എ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിൽ നിന്നുള്ള ഒരു അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മരുന്നുകൾ വിതരണം ചെയ്യാനായിട്ട് സാധിക്കൂ. ഓക്കെ, മനസ്സിലായോ ഷെഡ്യൂൾ എച്ച് എന്താണെന്ന്? ഓക്കെ, നെക്സ്റ്റ് ഷെഡ്യൂൾ എക്സ് ഡ്രഗ്. ഷെഡ്യൂൾ എക്സ് ഡ്രഗ് ആണ്. ഓക്കെ, all the regulations of Schedule H apply. The retailer must keep a copy of the prescription of 2 years. The drugs must be kept under lock and key. Example പറയുന്നതിന് മുമ്പായിട്ട് പറയാം, ഈ ഷെഡ്യൂൾ എക്സ് എന്ന ഡ്രഗ്സുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഷെഡ്യൂൾ എച്ച് അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാ റെഗുലേഷൻസും എന്തിൽ വരുന്നുണ്ട്? ഷെഡ്യൂൾ എക്സിൽ വരുന്നുണ്ട്. ഷെഡ്യൂൾ എച്ചിൽ നമ്മൾ പഠിച്ച എല്ലാ റെഗുലേഷൻസും അല്ലെങ്കിൽ എല്ലാ അനുമതികളും എല്ലാ കാര്യങ്ങളും എന്തിൽ വരുന്നുണ്ട്? ഷെഡ്യൂൾ എക്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മരുന്നുകൾ ഷെഡ്യൂൾ എക്സ് കാറ്റഗറിയിൽ പെടുന്ന മരുന്നുകൾ റീറ്റെയിലർക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ പ്രിസ്ക്രിപ്ഷൻസിന്റെ ഒരു കോപ്പി 2 years എങ്കിലും അദ്ദേഹം സൂക്ഷിക്കേണ്ടതുണ്ട്, കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ് കേട്ടോ. കേൾക്കാമോ? അപ്പൊ റീറ്റെയിലർ എന്താണ് നിർബന്ധമായിട്ടും പ്രിസ്ക്രിപ്ഷന്റെ ഒരു കോപ്പി ഏകദേശം ഒരു 2 വർഷമെങ്കിലും എന്താണ് അദ്ദേഹം സൂക്ഷിച്ചിരിക്കണം. കാരണം ഇൻ കേസ് എന്തെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെയാണ് മരുന്ന് വിതരണം ചെയ്തതെന്ന് ആ ഒരു ഉറപ്പുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രിസ്ക്രിപ്ഷൻസ് സൂക്ഷിച്ചു വെക്കാൻ, അതിന്റെ കോപ്പീസ് 2 വർഷത്തോളം എങ്കിലും സൂക്ഷിച്ചു വെക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഇനി ഡ്രഗ്സ് മസ്റ്റ് ബി കെപ്റ്റ് അണ്ടർ ലോക്ക് ആൻഡ് കീ. ഇനി ഈ മരുന്നുകൾ പ്രത്യേകിച്ച് ഷെഡ്യൂൾ എക്സിൽ വരുന്ന മരുന്നുകൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്? ലോക്ക്ഡ് ആയിരിക്കണം അല്ലെ. ഇത്തരം മരുന്നുകളെല്ലാം തന്നെ കൃത്യമായിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടായിരിക്കണം സൂക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഷെഡ്യൂൾ എക്സ് ഡ്രഗ് എന്ന് പറയുന്നത് നമ്മൾ ഷെഡ്യൂൾ എച്ചിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാ റെഗുലേഷൻസും വരുന്നതാണ്. റീറ്റെയിലറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ മരുന്നിന്റെ ഏകദേശം 2 വർഷത്തേക്കെങ്കിലും അതിന്റെ പ്രിസ്ക്രിപ്ഷൻസിന്റെ ഒരു കോപ്പി അദ്ദേഹം സൂക്ഷിച്ചിരിക്കണം. മാത്രമല്ല ഈ മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യണം? ലോക്കബിൾ ആയിട്ടായിരിക്കണം, ലോക്ക് ചെയ്തിട്ടായിരിക്കണം വെക്കേണ്ടത്. ഓക്കെ, ഷെഡ്യൂൾ എക്സ് മനസ്സിലായോ? അടുത്തത് ഷെഡ്യൂൾ ജെ. ഷെഡ്യൂൾ ജെ എന്താണ്? contains a list of various diseases. സോറി, ഇതിന്റെ എക്സാമ്പിൾ പറഞ്ഞില്ലല്ലോ. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? സെക്കോബാക്ടീരിയൽ ആൻഡ് ഗ്ലൂട്ടത്തിമൈഡ്. എന്താണ് സെക്കോബാക്ടീരിയൽ എന്ന് പറയുന്നത്? സെക്കോബാർബിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? സെക്കോബാർബിറ്റൽ എന്നാണ് കേട്ടോ. സെഡേറ്റീവ് ആയിട്ടുള്ള ഏജൻസുകളാണ് അതൊക്കെ. സെഡേറ്റീവ് മയക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരുന്നുകളാണ് സെക്കോബാർബിറ്റൽ ഡ്രഗ്സുകൾ എന്ന് പറയുന്നത്. ഗ്ലൂട്ടേറ്റിമൈഡ് എക്സെട്ര. ഗ്ലൂട്ടേറ്റിമൈഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആൻസൈറ്റിക്ക് ഒക്കെ ഉപയോഗിക്കും. നമ്മൾ ഉറക്കക്കുറവിന് അല്ലെങ്കിൽ ഉറക്കം വരാൻ വേണ്ടിയൊക്കെ കഴിക്കുന്ന മരുന്ന്, ഉറക്ക ഗുളികൾ എന്നൊക്കെ പറയില്ലേ നമ്മള്, ഉറക്ക മരുന്നുകള്. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഡിപ്രഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്രഗ്സുകളാണ് അതായത്. ഓക്കെ, എല്ലാം രണ്ടും എന്താണ്? സെഡേറ്റീവ് പർപ്പസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ ഉറക്ക ഗുളിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കാറില്ലേ? ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കൂല, അത് നമുക്ക് കിട്ടൂല. എല്ലാം പോയി വാങ്ങിച്ചാല്
എന്തുകൊണ്ടാണ് അത് തരാത്തത്? ഷെഡ്യൂൾഡ് ആയിട്ടുള്ള മരുന്നുകൾ ആയതുകൊണ്ടാണ് മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്കത് വാങ്ങിക്കാനായിട്ട് സാധിക്കുക. നെക്സ്റ്റ് ഷെഡ്യൂൾ J contain a list of various diseases and conditions that cannot be treated under any drugs currently in the market. No drug may legally claim to treat these diseases. ഷെഡ്യൂൾ J എന്ന് പറയുന്നത് എങ്ങനെയുള്ള മരുന്നുകളാണ്? നിലവില് നമുക്ക് വിപണിയിലുള്ള ഒരു മരുന്നും ഉപയോഗിച്ച് ചികിത്സിക്കാൻ പറ്റാത്ത അസുഖങ്ങളുള്ള ഡ്രഗ്സുകള്. ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത അസുഖം ഏതാണ്? ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് അത്? ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത അസുഖങ്ങള്. അത് നിയമപരമായിട്ട് പോലും നമ്മൾ അതിനെ നിരോധിക്കുന്ന അസുഖം എന്ന് പറയുമ്പോൾ ഏതൊക്കെ കാറ്റഗറി ആയിരിക്കും അതിൽ വരുന്നത്? എയ്ഡ്സ് അല്ലെ? യെസ്, വെരി ഗുഡ് സുലക്ഷ്മി. യെസ്, അതായത് നിലവിലെ വിപണിയിലുള്ള ഒരു മരുന്നിനും ഉപയോഗിച്ച് ചികിത്സിക്കാൻ കഴിയാത്ത ചില വിവിധ രോഗങ്ങളുടെയും അവസ്ഥകളുടെയും നിയമപരമായിട്ടൊന്നും ഈ ചികിത്സകളിലെ അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള കേസുകളാണ് എന്തിൽ വരുന്നത്? ഷെഡ്യൂൾ Jയിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അത് നമുക്ക് വിപണിയിൽ പോലും വാങ്ങിക്കാനായിട്ട് പറ്റില്ല അല്ലെ? അത് പ്രത്യേകിച്ച് 1945 നമ്മുടെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ് പ്രകാരം എന്താണ്? ഇതൊക്കെ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ്. ഓക്കെ, പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ്. അതായത് പ്രത്യേകിച്ച് എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങൾക്കാണ് നമ്മളിത് പറയുന്നത് അല്ലെ? പക്ഷെ എയ്ഡ്സ് മാറുന്ന ഒരു രോഗമാണോ? എയ്ഡ്സ് മാറുന്ന രോഗമാണോ എയ്ഡ്സ്? നോ അല്ലെ? അതുകൊണ്ട് തന്നെയാണ് അത് ഷെഡ്യൂൾ J കാറ്റഗറിയിലെ ഷെഡ്യൂൾഡ് ഡ്രഗ്സുകളായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള മരുന്നുകൾ കേട്ടോ. പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള കാറ്റഗറീസ് ആണ് ഇതിൽ വരുന്നത്. ഒരു മരുന്നിനോ അല്ലെങ്കിൽ ലീഗലി ആയിട്ടൊരു ട്രീറ്റ്മെന്റിനോ ഇതിനെ ചികിത്സിച്ച് മാറ്റാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ J വരെ പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷെഡ്യൂളുകളാണ്. ഷെഡ്യൂൾ G, H, X, J എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും നിങ്ങൾക്ക് ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? J വരെ ഓക്കെ ആണോ? ശരി, ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ. ഇനി നോക്കുന്നത് അതർ ഷെഡ്യൂളുകളാണ്. അതായത് ഷെഡ്യൂൾഡ് ഡ്രഗ്സിന്റെ തന്നെ കുറച്ച് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതല്ല, കുറച്ചും കൂടി എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ അത്രയും ഷെഡ്യൂൾസിന്റെ ഇമ്പോർട്ടൻസ് തരി കൊടുക്കാത്ത മറ്റ് കാറ്റഗറീസ് ആണ് ഇതിൽ വരുന്നത്. ഷെഡ്യൂൾ A. ഷെഡ്യൂൾ A എന്തിനെ സൂചിപ്പിക്കുന്നു? contain various forms and formats of letter for application of licensing etc. എന്താ പറയുന്നത്? എന്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഷെഡ്യൂൾ Aയിൽ വരുന്നത്? വിവിധ ഫോമുകളും ഫോർമാറ്റ്സുകളും എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലൈസൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോർമാറ്റ്സും ഫോർമാറ്റ്സുകളുമാണ് ഇതിൽ വരുന്നത് ഷെഡ്യൂൾ Aയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഇനി ഷെഡ്യൂൾ B എന്താണ് പറയുന്നത്? contains fee structure of the government run labs. ഷെഡ്യൂൾ Bയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? contains fee structure for government run labs. എന്താണ് ഗവൺമെന്റ് റൺ ലാബ്സ് എന്ന് പറയുന്നത്? അതായത് സർക്കാർ ലാബുകളുടെ ഫീസിന്റെ ഘടനയാണ് ഇതിൽ വരുന്നത് ഷെഡ്യൂൾ Bയിൽ വരുന്നത്. ഓക്കെ, ഷെഡ്യൂൾ Bയിൽ എന്താണ് വരുന്നത്? സർക്കാർ ലാബുകളുടെ ഫീസ് ഘടനയാണ് കേട്ടോ. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ഷെഡ്യൂൾ C നോക്കാം. ഷെഡ്യൂൾ C എന്താണ്? contain various biological products and their regulation. contains various biological products and their regulations. എന്താണ് ബയോളജിക്കൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്? വിവിധ ജൈവ ഉൽപ്പന്നങ്ങളുടെയും അവയുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ജൈവ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ബയോളജിക്കൽ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിറം ഇല്ലേ, സിറം ഉപയോഗിക്കുന്ന സിറംസ് പല പർപ്പസിനായിട്ട് സിറംസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അഡ്രിനാലിൻ, വൈറ്റമിൻസ് എക്സെട്ര. അഡ്രിനാലിൻ വൈറ്റമിൻസ്. അഡ്രിനാലിൻ എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു ഹോർമോണുമാണ്, അതൊരു മരുന്നുമാണ് അല്ലെ? അഡ്രിനാലിൻ എന്ന് പറയുന്നത് ഒരു ഹോർമോണുമാണ്, മരുന്നുമാണ്. അഡ്രിനാലിൻ എന്താണ് നമ്മളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നത്? നമ്മളിൽ ഉണ്ടാവുന്ന ഭയം, സ്ട്രെസ് അല്ലെ, ടെൻഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് എന്ത്? അഡ്രിനാലിൻ എന്ന് പറയുന്നത്. അപ്പൊ വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അഡ്രിനാലിൻ വൈറ്റമിൻ എന്ന് പറയുന്നത്? വൈറ്റമിൻ C ആണ് കേട്ടോ.
വൈറ്റമിൻ സി എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? അഡ്രിനാലിൻ എന്ന് പറയുന്നത് നമ്മളുടെ സ്ട്രെസ്സും നമുക്ക് ഉണ്ടാക്കുന്ന ഭയമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ ആണ്. അപ്പൊ വൈറ്റമിൻ സി എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? അതായത് അതൊരു ആന്റി ഓക്സൈഡ് ആണ് കേട്ടോ. ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് എന്താണ്? ഒരു ആന്റി ഓക്സൈഡ് ആണ്. അത് നമ്മളിൽ ഉണ്ടാവുന്ന സമ്മർദ്ദം, അതായത് അഡ്രിനാലിൻ മൂലം ഉണ്ടാകുന്ന നമ്മുടെ സ്ട്രെസ്സിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്ന ഒരു, അഡ്രിനാലിനെ സഹായിക്കുന്ന ഒരു ഒന്നാണ് എന്ത്? വൈറ്റമിൻ സി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് അഡ്രിനാലിൻ നമ്മളെ എന്താണ്, നമ്മളിൽ ഉണ്ടാക്കുന്ന സ്ട്രെസ് ഒക്കെ ഉണ്ടാകുക, സ്ട്രെസ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? അതൊരു ആന്റി ഓക്സൈഡ് ആണ്. ആന്റി ഓക്സൈഡ് ആണ് എന്താ വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഹോർമോൺസുകളെ ഉത്പാദിപ്പിക്കുന്ന അഡ്രിനാലിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഷെഡ്യൂൾ സി എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള ജൈവ ഉൽപ്പന്നങ്ങളും അവയുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ് അല്ലെ, ബയോളജിക്കൽ പ്രൊഡക്ട്സിന്റെ റെഗുലേഷൻസുമായി ബന്ധപ്പെട്ടാണ് ഷെഡ്യൂൾ സി പറയുന്നത് അല്ലെ. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? സിറംസ് വരുന്നുണ്ട്, അഡ്രിനാലിൻ, വൈറ്റമിൻസും വരുന്നുണ്ട്. ഓക്കെ, വൈറ്റമിൻ സി എന്നോടെ നോട്ട് ചെയ്യണം കേട്ടോ. Okay. Next എന്താണ്? ഷെഡ്യൂൾ ഡി ആണ് കേട്ടോ. ഷെഡ്യൂൾ ഡി, ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് എക്സെപ്റ്റഡ് ഫ്രം ദ പ്രൊവിഷൻ ഓഫ് ഇമ്പോർട്ട് ഡ്രഗ്സ്. ഷെഡ്യൂൾ ഡിയിൽ എന്തൊക്കെയാണ് വരുന്നത്? ഷെഡ്യൂൾ ഡിയിൽ ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് എക്സെപ്റ്റഡ് ഫ്രം ദ പ്രൊവിഷൻ ഓഫ് ഇമ്പോർട്ട് ഡ്രഗ്സ്. അത് പറഞ്ഞേ നിങ്ങള്, വായിച്ചു വയ്ക്കാൻ മനസ്സിലാവുമല്ലോ. പറഞ്ഞേ, എന്താണ് ഷെഡ്യൂൾ ഡി? പറയൂ. ഷെഡ്യൂൾ ഡി എന്താണ്? പുറത്തു നിന്ന് വരുന്ന മെഡിസിൻസ് ആണ്. പക്ഷെ പറയുന്നത് എന്താണ്? ഇമ്പോർട്ടഡ് ഡ്രഗ്സിൽ നിന്നും, അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന മരുന്നുകളുടെ ഡ്രഗ്സിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഡ്രഗ്സുകളാണ് കേട്ടോ. അതായത് ഇമ്പോർട്ട് ചെയ്ത മരുന്നുകളുടെ വ്യവസ്ഥയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഡ്രഗ്സുകളാണ് എന്തിൽ വരുന്നത്? ഷെഡ്യൂൾ ഡിയിൽ വരുന്നത്. ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് എക്സെപ്റ്റഡ് ഫ്രം ദ പ്രൊവിഷൻ ഓഫ് ഇമ്പോർട്ട് ഡ്രഗ്സ്. അതായത് ഇറക്കുമതി മരുന്നുകളുടെ വ്യവസ്ഥയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഡ്രഗ്സുകളാണ് ഷെഡ്യൂൾ ഡിയിൽ വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇറക്കുമതി മരുന്നുകളുടെ വ്യവസ്ഥയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള മരുന്നുകളുടെ ഒരു പട്ടികയാണ് എന്താ? ഷെഡ്യൂൾ ഡി. ഓക്കെ, പിന്നെ ഷെഡ്യൂൾ ഇ എന്താണ്? കണ്ടെയ്ൻ വേരിയസ് പോയിസൺസ് ആൻഡ് റെഗുലേഷൻസ്. എക്സാമ്പിൾ സർപ്പവിഷം, സ്നേക് വെനം ആൻഡ് പരദ, മെർക്കുറി. ഷെഡ്യൂൾ ഇ, ഷെഡ്യൂൾ ഇ എന്തിനെ കുറിച്ചുള്ള റെഗുലേഷൻസ് ആണ് പറയുന്നത്? contain various poisons and their regulations. എന്താണ് പോയിസൺസ്? ഇത്തരത്തിലുള്ള വിഷപദാർത്ഥവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെഗുലേഷൻസ് ആണ് ഷെഡ്യൂൾ ഇയിൽ വരുന്നത്. പ്രത്യേകിച്ച് സർപ്പവിഷവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്നേക് വെനവുമായി ബന്ധപ്പെട്ടത്. എക്സാമ്പിൾസ് ആണ്. പരദ എന്താണ്? പരദ മീൻസ് മെർക്കുറി എന്ന് പറയുന്നത്. അതായത് പരദ എന്ന് പറയുന്നത് ഒരു സാൻസ്ക്രിറ്റ് വേർഡ് ആണ് കേട്ടോ. അതായത് നമ്മളുടെ മെർക്കുറിയുടെ സംസ്കൃതമായിട്ടുള്ള സംസ്കൃത പദത്തിന്റെ പേരാണ് എന്താ? പരദ. മെർക്കുറി തന്നെയാണ് എന്താ? പരദ എന്ന് പറയുന്നത് കേട്ടോ. സാൻസ്ക്രിറ്റ് വേർഡാണത്. എഴുതി വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ മെർക്കുറീസ് നമ്മൾ ചില മരുന്നുകളില്, അതായത് ചില മെഡിക്കൽ ഫോർമുലേഷൻസിലൊക്കെ നമ്മൾ ചേരുവകളായിട്ട് മാറ്റുന്ന ഒരു കാറ്റഗറിയിലാണ് ഈ പരദ വരുന്നത്. ഓക്കെ, മെർക്കുറിയുടെ ഒരു സാൻസ്ക്രിറ്റ് ആയിട്ടുള്ള പദമാണ് എന്താ? പരദ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഷെഡ്യൂൾ ഇയിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. സർപ്പവിഷം അല്ലെങ്കിൽ പരദ എന്ന് പറയുന്ന ഷെഡ്യൂൾ ഇയിലെ പോയിസണിംഗ് ആയിട്ടുള്ള റെഗുലേഷൻസുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, മനസ്സിലായോ? ഷെഡ്യൂൾ ഇ. ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇനി മുതൽ ഇവിടെ ഷെഡ്യൂൾ എഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഫിൽ തന്നെ F1, F2, F3, FF എന്ന് വരുന്നുണ്ട് കേട്ടോ. F1, F2, F3, FF. അപ്പൊ ഇതൊന്നും മാറി പോകരുത് കേട്ടോ. നോക്കാം, എഫ് എന്താണ് സൂചിപ്പിക്കുന്നത്? ദിസ് കണ്ടെയ്ൻസ് റെഗുലേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഫോർ റണ്ണിംഗ് എ ബ്ലഡ് ബാങ്ക്. ഷെഡ്യൂൾ എഫ്, ദിസ് കണ്ടെയ്ൻസ് റെഗുലേഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഫോർ റണ്ണിംഗ് എ ബ്ലഡ് ബാങ്ക്.
എന്താണ് ബ്ലഡ് ബാങ്കിനുള്ള അനുമതിയും റൂൾ റെഗുലേഷൻസ് ആണ് ഷെഡ്യൂൾ എഫിൽ വരുന്നത് അല്ലെ. ഒരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെഗുലേഷൻസ് ആണ് ഷെഡ്യൂൾ എഫ് അല്ലെ. നല്ല രീതിയിലുള്ള ബ്ലഡ് ബാങ്ക് നടത്തിക്കൊണ്ടു പോകാനും നമ്മളുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസ് ആണ് നമ്മൾ അതിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. ഓക്കെ, ഷെഡ്യൂൾ F1. ഷെഡ്യൂൾ F1 എന്താണ്? ദിസ് കണ്ടെയ്ൻ റെഗുലേഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഫോർ വാക്സിൻസ്. എന്താണ് വാക്സിൻസ്? എന്തിനെ കുറിച്ചുള്ള റെഗുലേഷൻസ് ആണ്? വാക്സിനുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡേർഡ് റെഗുലേഷൻസ് ആണ് ഷെഡ്യൂൾ F1 വരുന്നത്. മാറിപ്പോയത് കേട്ടോ. F1 വാക്സിൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. F2 എന്താണ്? ഷെഡ്യൂൾ F2 this contain regulation and standard for surgical dressing. സർജിക്കൽ ഫ്രോക്സുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് എന്ത്? റെഗുലേഷൻസ് ആണ് ഷെഡ്യൂൾ F2 കേട്ടോ. ഷെഡ്യൂൾ F2 സർജിക്കൽ ഡ്രസ്സിംഗുമായി ബന്ധപ്പെട്ടത്. ഷെഡ്യൂൾ F3 ഷെഡ്യൂൾ F3 എന്താ പറയുന്നത്? ദിസ് കണ്ടെയ്ൻ റെഗുലേഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഫോർ അംബ്ലിക്കൽ ടേപ്സ്. ഇതാണത്. This contain regulation standard for umbilical tapes. Umbilical tapes എന്താണ്? umbilical cord. umbilical cords നമ്മളൊരു ടേപ്സ് കണ്ടിട്ടില്ലേ? umbilical cordന് ഉപയോഗിക്കുന്ന ടേപ്പ് കണ്ടിട്ടുണ്ടോ? യെസ്. അതായത് ന്യൂ ബോൺ ബേബീസിന്റെ പൊക്കിൾ കൊടിയിൽ അത് കട്ട് ചെയ്തതിനു ശേഷം നമ്മൾ അതിലൊരു ടേപ്പ് കണക്ട് ചെയ്യാറുണ്ട് അല്ലെ. അത് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ എന്താണ് അംഗീകൃതമായിട്ടുള്ള ടേപ്സുകളാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് ന്യൂ ബോൺ കെയർ ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പൊ അത്തരം റെഗുലേഷൻസ് പ്രത്യേകിച്ച് അംബ്ലിക്കൽ ടേപ്സുമായി ബന്ധപ്പെട്ടുള്ള റെഗുലേഷൻസ് എല്ലാം വരുന്നത് ഷെഡ്യൂൾ F3 കേട്ടോ. ഓക്കെ, യെസ്, അവിടെ വരെ എടുക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ശരി. അപ്പൊ നിങ്ങളെ ഈ F3 വരെ നിങ്ങൾ ഒന്ന് പഠിക്കണം കേട്ടോ. F3 വരെ ഒന്ന് പഠിക്കുക. ഷെഡ്യൂളുകൾ മാത്രം. നമ്മൾ ആദ്യം പഠിച്ച ഷെഡ്യൂൾ ടൈപ്സ് തുടങ്ങി F3 വരെ ഒന്ന് നന്നായിട്ട് പഠിക്കാം. അതൊക്കെ ഓരോ സെറ്റ് ഷെഡ്യൂളിൽ ഏതൊക്കെ വരുന്നു, ഏതൊക്കെയാണ് ലെറ്റേഴ്സ് എന്ന് പഠിക്കണം. കാരണം നമുക്ക് എക്സാമിന് ഭയങ്കര കൺഫ്യൂഷൻ ആകുന്ന ഒരു ഭാഗമാണത് കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. Thank you. Have a nice day.